ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ചിക്കൻ നിർബാന ഉണ്ടാക്കാം. അത് മീനിലാണ് ഉണ്ടാക്കുക. നമുക്കിന്ന് കോഴി ഇറച്ചിയിൽ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ 1 കിലോ കോഴി ഇറച്ചെടുത്ത് മീഡിയം ലെവലിൽ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കണം. അതിനു വേണ്ടി മസാല പുരട്ടിയെടുക്കാം. ആദ്യം നമുക്ക് ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ നിർവാണല്ലേ, അതുകൊണ്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു ചെറിയ നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ മസാലയും എല്ലാം പാടെ ഇറച്ചിയിൽ ഇങ്ങനെ മിക്സാക്കി എടുക്കാം നന്നായിട്ട്. ഇത് മിക്സാക്കുക പറഞ്ഞാൽ നമ്മൾ മസാല ഇറച്ചിക്കൊക്കെ മസാല പുരട്ടുമല്ലോ, കായം കൂട്ടുമല്ലോ, അതുപോലെ തന്നെയാണ് മിക്സാക്കുക കേട്ടോ. മക്കളെ, ഇത് എരിവ് അധികം വേണമെന്നുള്ളവർക്ക് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ഇടുക. ഇപ്പം നമ്മുടെ ഇറച്ചിയിൽ എല്ലാ കഷ്ണങ്ങളിലും മസാല ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ 1/2 മണിക്കൂർ നിന്ന് എല്ലാ ഇറച്ചിയിലും നല്ല മസാല പിടിച്ചോട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇറച്ചി മസാല കൂട്ടി വെച്ചിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇനി നമ്മൾ ചട്ടിയിൽ നല്ല അടിപൊളി വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് മസാല പുരട്ടിയ ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരിക്കൽ കൂടി ഇടാണ്ട്. അതിന് നമ്മുടെ ഇറച്ചി ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡും കൂടി ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടിട്ടോ. അങ്ങനെ നമ്മുടെ ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ കോഴി ഇറച്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് മക്കളെ നമ്മുടെ ചിക്കൻ നിർവ്വാണത്തിൻ്റെ ശരിക്കുള്ള പണി. ഇനി നമുക്ക് ഈ വാഴയില ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം. കണ്ടില്ലേ, ഇല നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ഈ അടുപ്പത്ത് തന്നെ ഒരു ചട്ടി അതിലേക്ക് വെക്കാം. നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇല ഈ ചട്ടിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് ചട്ടിയിൽ. ഇനി നമുക്ക് ഇലയുടെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇലയിൽ കേട്ടോ. നമുക്കിതിൽ കുറച്ച് കരിവേപ്പില വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ പൊരിച്ച് വെച്ച ഈ ഇറച്ചി ഇതിലേക്ക് ഇങ്ങനെ കൊട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇറച്ചിയുടെ മേലെ ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ നിർവ്വാണയുടെ മെയിൻ സാധനം. ഞാനിപ്പോൾ ഇതിൽ 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. കറി കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ വേണം ഒഴിക്കാൻ. ഇതിൻ്റെ മേലേന് 4 കീറിയ എരിവില്ലാത്ത 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി
നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് അതുകൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് കത്തിച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ പാലൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വരുന്നത്. നമുക്ക് ഇല പൊട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇറച്ചിയൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. നോക്കി ശ്രദ്ധിച്ച് ഇളക്കണം കേട്ടോ മക്കളെ, ഇല പൊട്ടാൻ പാടില്ല. ഇനി നമുക്കിതിൽ തേങ്ങ പാലുക ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഉപ്പ് ഇതാവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, തേങ്ങ പാലിൻ്റെ കളറൊക്കെ മാറി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കത്തിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. മക്കളെ, നമ്മുടെ ചിക്കൻ നിറവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ പണി. ഇപ്പോൾ കണ്ടില്ലേ, വീണ്ടും തിളച്ച് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ പാകമായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എല്ലാം. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. മക്കളെ, ഇനി വീട്ടിൽ കോഴി ഇറച്ചി വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. സിമ്പിൾ പണിയാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. മക്കളെ, അത് ചൂടായി വരുമ്പോൾ ഒന്ന് കുറുകി വരും. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇത് ഇനി തേങ്ങാപ്പാൽ ഒഴിക്കണം. നിങ്ങളുടെ കറി എത്ര വേണോ അതിനനുസരിച്ചിട്ടുള്ള പാലൊഴിച്ച് കറിയാക്കി എടുക്കുക. അപ്പോൾ എല്ലാവരും ഇത് ഒറ്റ പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.